ദരാലിയിലെ ദുരന്തഭൂമിയിലാണ് റിപ്പോർട്ടർ സംഘം നിൽക്കുന്നത്. ഇവിടെ ഇതാണ് കാഴ്ച. പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്. NDRF-ഉം ആർമിയും ഒക്കെ തന്നെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്. ആരെയെങ്കിലും ഇവിടെ ജീവനോടെ രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയില്ല. അതേസമയം ഇവിടുത്തെ ഈ ഒരു കല്ലിനും മണ്ണിനുമൊക്കെ അടിയിൽ ആരുടെയെങ്കിലും ശരീരമുണ്ടെങ്കിൽ അത് കണ്ടെത്താനായാൽ, അങ്ങനെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാവരെയും പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതിനായി പ്രത്യേക റഡാർ സംവിധാനമൊക്കെ തന്നെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അത്തരം നടപടികളുമായി മുന്നോട്ട് പോകും. അതല്ലാതെ ഇപ്പോൾ NDRF-ന്റെയും SDRF-ന്റെയും കരസേനയുടെയും ഒക്കെ തന്നെയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കാഴ്ച അതിഭീകരമാണ്. ഇവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ല. ആകെ തൊട്ടപ്പുറത്തൊരു കെട്ടിടത്തിന്റെ മേൽക്കൂര മാത്രം കാണാം. അതല്ലാതെ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടം പോലും ഇവിടെയില്ല. എല്ലാം ഈ ഒലിച്ചു പോവുകയോ അതല്ല ഈ ഒരു കല്ലിന്റെയും മണ്ണിന്റെയും ചെളിയുടെയും ഒക്കെ തന്നെ അടിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലാണ്. ഏതായാലും ഭീകരമായ ഒരു അവസ്ഥയിലാണ്. ഒരു വലിയ ഗ്രാമം, വളരെ മനോഹരമായിരുന്ന ആപ്പിൾ തോട്ടങ്ങൾക്ക് ഇടയിൽ ആപ്പിൾ തോട്ടങ്ങൾ നിറഞ്ഞ ഒരു ഗ്രാമം, വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഹിമാലയത്തിലെ ഈ ഒരു മനോഹരമായ താഴ്വര ഇപ്പോൾ ഒരു കരിങ്കൽ കൂനയായി മാറിയിരിക്കുന്നു. ഇതുപോലെ കല്ലുകളുടെ ഒരു കൂമ്പാരമായി, ഒരു പറമ്പായി മാറിയിരിക്കുന്നു.